എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ നാമത്തിൽ വന്ദനം. ഓരോ ആഴ്ചകളായി ദൈവം നമുക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ കൃപ തരുന്നല്ലോ. ഓരാഴ്ചയും നമുക്ക് അനുഗ്രഹമാണ്, ഓരാഴ്ചയും നമുക്ക് വിജയമാണ്, ഓരാഴ്ചയും നമുക്ക് ഉയർച്ചയാണ്. ഓരോ ആഴ്ചയും നമ്മുടെ ജീവിതം മാറി മറിയും. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന ഈ ചെറിയ പ്രാർത്ഥനയിലൂടെ ഞങ്ങളോട് കൂടെ സഹകരിക്കുന്ന നിങ്ങളും നിങ്ങളോടൊപ്പം ഞാനും നമ്മൾ ഒരുമിച്ച് വിശ്വാസത്തിലും ദൈവകൃപയിലും പ്രത്യാശയിലും ദൈവസ്നേഹത്തിലും എല്ലാ നിലയിലും വളർന്ന് 3 യോഹന്നാൻ 2 പറയുന്നത് പോലെ, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖവും ശുഭവുമായിരിക്കണമെന്ന യോഹന്നാൻ്റെ പ്രാർത്ഥന പോലെ ആത്മീകമായിട്ട് ശുഭമായാൽ സകലത്തിലും സുഖവും ശുഭമായിരിക്കും. അതുതന്നെയാണ് മത്തായി 6 പറയുന്നത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ അതോടുകൂടി എന്തെല്ലാം വിഷയത്തിൽ ഭാരപ്പെടുന്നു അതിനെല്ലാം മറുപടി ഉണ്ടാകും. എന്ത് തിന്നും, എന്ത് ഉടുക്കും, എന്ത് കുടിക്കും, എവിടെ കിടക്കും, എങ്ങനെ ജീവിക്കും, എല്ലാറ്റിനും മറുപടി നാം ദൈവത്തിൽ ആശ്രയം വെക്കുന്നതും ദൈവത്തിൻ്റെ ഹിതത്തിൽ മുന്നോട്ട് പോകുന്നതുമാണ്. അതിനുള്ള കൃപ ഈ ദിവസങ്ങളിൽ ഇത് ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞു എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. നിങ്ങളൊരു വിജയമാണ്, നിങ്ങളൊരു അനുഗ്രഹമാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഞാൻ എപ്പോഴും എന്നോട് പറയുന്ന ഒരു വാക്യമാണ്, ഞാനൊരു അനുഗ്രഹമാണ്. അബ്രഹാം ഒരു അനുഗ്രഹമെന്ന് ആ വാക്യം എഴുതി വെച്ചാൽ പോരാ, ആ വാക്യം എടുത്ത് നമ്മുടേതാക്കണം. അബ്രഹാമിൻ്റെ മക്കൾ എന്ന ഒരു വാക്ക് യേശു കർത്താവ് നമ്മെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെങ്കിൽ അബ്രഹാമിൻ്റെ പ്രവർത്തികൾ ചെയ്യും. അപ്പോൾ അബ്രഹാമിൻ്റെ പ്രവർത്തി അവനറിയാം, ഞാനൊരു അനുഗ്രഹമാണെന്ന് അറിഞ്ഞ് മുന്നോട്ട് പോവുക. ഒന്നും കാണാത്തപ്പോഴും ദൈവത്തെ മുറുകെ പിടിക്കുക. ഇതാണ് അബ്രഹാമിൻ്റെ പ്രവർത്തി, വിശ്വാസത്തിൻ്റെ പ്രവർത്തി. ഞാനൊരു അനുഗ്രഹമാണെന്ന് ഉള്ളിൽ ഉറച്ച് മുന്നോട്ട് പോയ അബ്രഹാമിൻ്റെ മക്കളായി തീരാൻ കാരണം യേശുവിൻ്റെ മക്കളായി നാം തീർന്നതുകൊണ്ടാണ്. അബ്രഹാമിൻ്റെ കുടുംബത്തിൽ വന്നു പിറന്ന അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദ് രാജാവിൻ്റെ പുത്രനായ യേശു ക്രിസ്തു എന്ന രാജാതി രാജാവിൻ്റെ പുത്രീപുത്രന്മാരാണ് നാം. ഒന്നുകൂടി പറയാം, അബ്രഹാം എന്ന വിശ്വാസികളുടെ പിതാവിൻ്റെ പുത്രനായ ദാവീദ് രാജാവിൻ്റെ പുത്രനായ യേശു ക്രിസ്തു എന്ന രാജാതി രാജാവിൻ്റെ പുത്രീപുത്രന്മാരാണ് നമ്മൾ. ഈ ഒരു ബോധം, ഈ ഒരു വെളിപ്പാട്, ഈ ഒരു ഉറപ്പ് നമ്മെ ഈ ഭൂതലത്തിൽ വെച്ച് ഏറ്റവും ശക്തരാക്കും. അബ്രഹാം ഒരു വിശ്വാസവീരൻ. അടുത്ത ജനറേഷൻ വന്നപ്പോൾ രാജാവ്, പിന്നത്തെ ജനറേഷൻ വന്നപ്പോൾ രാജാതി രാജാവ്. അപ്പോൾ നമ്മുടെ ജനറേഷനോ അതിനേക്കാൾ ശക്തരാണ്. കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തപ്പെട്ടവരാണ് നാം. അപ്പോൾ നമ്മെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഒരു അപ്പന് ഏറ്റവും ഇഷ്ടം മക്കൾ അപ്പൻ ചെയ്തതിൻ്റെ മുകളിൽ ചെയ്യണം. ഈ ഒരു വെളിപ്പാടിൽ ജീവിക്കുന്ന ഒരാളെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. കർത്താവ് നിങ്ങൾക്ക് ബലവും കൃപയും തരട്ടെ. റോമാലേഖനത്തിലേക്ക് നമുക്ക് വരാം. 7-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. പാപാവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. യേശു കർത്താവ് ന്യായപ്രമാണത്തെ നീക്കാൻ വന്നതല്ല എന്നൊരു വാക്ക് കർത്താവ് പറഞ്ഞു. ആ കാലത്ത് ജീവിച്ചിരുന്ന, യേശുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നവർ യേശുവിനെ കുറ്റപ്പെടുത്തിയത് ഇവൻ ന്യായപ്രമാണത്തിനെതിരാണ്. സ്തേഫാനോസിനെ കുറിച്ചും പൗലോസിനെ കുറിച്ചും അപ്പോസ്തലന്മാരെ കുറിച്ചും യഹൂദന്മാർ പറഞ്ഞ് പരത്തിയ ഒരു കാര്യം, ഇവർ ന്യായപ്രമാണത്തിന് എതിരാണ്. മോശ നമുക്ക് കൽപ്പിച്ചു തന്ന വഴികളെ ഇവർ മറിച്ചു കളയുന്നു. യേശു മറിച്ചു കളഞ്ഞില്ല, അപ്പോസ്തലന്മാർ മറിച്ചു കളഞ്ഞില്ല, അതുകൊണ്ട് നമ്മളും മറിച്ചു കളയുന്നില്ല. കാരണം യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ന്യായപ്രമാണം നീക്കാനല്ല, നിവർത്തിക്കാനാണ്. ന്യായപ്രമാണം പറയുന്നത് പോലെയാണ് യേശു പോയത്.
യെമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവർ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുമ്പോൾ യേശു അവരുടെ കൂടെ നടന്നിട്ട് ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് വിളിച്ചത്. ന്യായപ്രമാണം പറഞ്ഞത്, പ്രവാചകന്മാർ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് പുതിയ നിയമസഭയ്ക്ക് വേണ്ടതെടുക്കണം. പുതിയ നിയമം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കരുത്. എബ്രായ ലേഖകൻ പറയുന്നത് പഴയ നിയമത്തിലെ കുറേ പേരെ കുറിച്ച് പറഞ്ഞിട്ട് അതുകൊണ്ട് ദാവീദ്, ഇബ്താഖ്, ശിംശോൻ, ശമൂവേൽ മുതലായവരെ കുറിച്ച് വിവരിക്കാൻ സമയം പോരെന്ന്. അവരത്ര തിടുക്കമുള്ളവരായിരുന്നു. നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്. ദൈവം നമുക്ക് തന്ന സമയം, കാരണം അവരോളം തിടുക്കമില്ല, അതുകൊണ്ട് നമുക്ക് സമയമുണ്ട്. ശരിക്കും ഓടുന്നവർക്ക് വലിയ സമയമൊന്നുമില്ല, അവർ വളരെ തിരക്കുള്ളവരാണ്. നമുക്ക് സമയമുണ്ട്. ഉള്ള സമയം കൊണ്ട് പലരെക്കുറിച്ച് ന്യായപ്രമാണ പുസ്തകത്തിൽ വിജയിച്ചവരെക്കുറിച്ച് നമുക്ക് ചിന്തിച്ച് സകലത് ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. അബ്രഹാമിൻ്റെ മുഴുവൻ മുറുകെ പിടിക്കാനില്ല, ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഒന്നും മുറുകെ പിടിക്കാനായിട്ടില്ല. ജോസഫിൻ്റേത് പോലും പഴയ നിയമത്തിൽ നിന്ന് എടുക്കാൻ പറ്റിയ രണ്ടുപേരെന്ന് പറഞ്ഞാൽ ജോസഫും ദാനിയേലുമാണ്. ബാക്കി ആരുടെയും അനുകരിക്കാൻ ഇല്ല. ഒരു കറയില്ലാതെ ജീവിച്ച രണ്ടുപേരുടെ പേര് പഴയ നിയമത്തിൽ നിന്ന് പറയാൻ ദാനിയേലും ജോസഫും മാത്രമേ ഉള്ളൂ. കാരണം മലയാളികൾ കുറ്റം കണ്ടുപിടിക്കാൻ മിടുക്കരാണല്ലോ. അപ്പം മലയാളിയായി ഞാൻ പഴയ നിയമത്തിലുള്ള എല്ലാവരും കുറ്റമാണ് നോക്കിയത്. വലിയ അതിനകത്ത് രണ്ടുപേരേ ഉള്ളൂ, ജോസഫും ദാനിയേലും ഉള്ളൂ. ബാക്കി എല്ലാവരും കുറ്റം പറയാനാണെങ്കിൽ അബ്രഹാം ആണെങ്കിൽ പല കാര്യത്തിലും കുറ്റം പറയുന്നു. ദാവീദിൻ്റെ ഉണ്ട്. എല്ലാവരെ കുറിച്ച് പറയാൻ 100 കുറ്റങ്ങളുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഹാനോക്കിനെ കുറിച്ച് കുറ്റം പറയാതെ ഒഴിവാകാം. നോഹയെക്കുറിച്ചും വലിയ കുറ്റങ്ങളൊന്നും പറയാതെ നമുക്ക് ഒഴിവാകാം. എങ്കിലും കള്ളു കുടിച്ച് തുണി മാറിക്കിടന്നു, അത് ഒരു മോൻ ശപിക്കപ്പെടാൻ കാരണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക്, എങ്കിലും കറതീർന്ന ആൾക്കാരൊന്നും പഴയ നിയമത്തിലില്ല. ഇനി പുതിയ നിയമത്തിലുണ്ടോ? ഇരിക്കുന്ന ഞാനുണ്ടോ? കാരണം എല്ലാവരും ജഡത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തെറ്റിപ്പോകുന്നവരാണ്. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, നാം പലതിലും തെറ്റിപ്പോകുന്നു. നാവ് തെറ്റുന്നില്ലേ? നാവ് തെറ്റാൻ കാരണം എന്താ? ചിന്തകൾ തെറ്റിപ്പോകുന്നു. ചിന്തകൾ തെറ്റുന്നവർക്കാണ് നാവ് തെറ്റുന്നത്. അപ്പം നമ്മുടെ ചിന്തകളിൽ ആവശ്യമില്ലാത്തതുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നാവ് തെറ്റുന്നത്. നാവിൽ ആവശ്യമില്ലാത്തത് നാവിലും ചിന്തയിലും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ പ്രവർത്തികൾ തെറ്റുന്നത്. അപ്പോൾ എവിടെ കറക്റ്റാക്കണം? നാം മുളയിലേ നുള്ളണം. ചിന്തകളിൽ നോ പറയാനുള്ള ശേഷി നമുക്ക് വേണം. വേണ്ട, ഒരാവശ്യമില്ലാത്ത ചിന്ത, അശ്ലീലമായ ചിന്ത, ലോകത്തിൻ്റെ ചിന്ത, നമുക്ക് വേണ്ടാത്ത ചിന്ത, നമ്മുടെ നേരം കളയുന്ന ചിന്ത, നമുക്ക് വളർച്ച തരാത്ത ചിന്ത, നമ്മെക്കുറിച്ചുള്ള ദൈവഹിതത്തിൽ അല്ലാത്ത ചിന്ത, മറ്റുള്ളവരെക്കുറിച്ചുള്ള തെറ്റായ ചിന്ത, തെറ്റിദ്ധാരണകളുടെ ചിന്ത, ഇതെല്ലാം കയറി വരുമ്പോൾ തന്നെ നോ എന്ന് പറഞ്ഞ് അത് എനിക്കുള്ളതല്ല, എനിക്കത് വേണ്ട, ഞാനത് സ്വീകരിക്കുന്നില്ല എന്ന് പറയാനുള്ള ഒരാത്മീക തൻ്റെ ഇടം നമുക്ക് വേണം. ഒരു കപ്പൽ വെള്ളത്തിൽ കിടക്കുവാൻ നിർമ്മിച്ചതാണ്. കപ്പൽ വിജയിക്കുന്നത് എപ്പോഴാണ്? വെള്ളത്തിൽ കിടക്കാൻ ശക്തിയോടെ നിർമ്മിച്ച കപ്പൽ ഒരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്, ഒരു തുള്ളി വെള്ളത്തെ ഞാൻ ഇതിൽ കയറ്റുകയില്ല. അല്ലാതെ കുറച്ച് വെള്ളം കയറിക്കോട്ടെ, ഇല്ല, അനുവദിക്കത്തില്ല. ഒരു തുള്ളി വെള്ളം വന്നാൽ അത് പോകാനും കടലിൽ കിടക്കുന്ന വെള്ളം കയറാതിരിക്കാനും
പറ്റിയ രീതിയിലാണ് അതുണ്ടാക്കിയത്. അതുകൊണ്ടാണ് കപ്പൽ അക്കരയ്ക്ക് പോകുന്നത്. ഏറ്റവും വലിയ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് കപ്പൽ വഴിയാണ്. എന്തുകൊണ്ടാണ് ഗ്യാസിന് വില കൂടിയത്? ഗ്യാസിന് വില കൂടിയപ്പോൾ പൊറോട്ടയ്ക്ക് വില കൂടി 25 രൂപ. ഹോട്ടലിൽ ചായക്ക് വില കൂടി 10 രൂപയുടെ ചായ 15 രൂപയായി. ഇനി ഗ്യാസിന് വില കുറഞ്ഞാൽ ഇവരാരെങ്കിലും വില കുറക്കോ? ഇല്ല. ഇനി ജോലിക്കാർക്ക് കൂലി കൂട്ടോ? ഇല്ല. എന്തൊരു സിസ്റ്റം അല്ലേ! വിദേശത്തൊക്കെ ഓയിലിന് വില കൂടിയാൽ, ഡീസലിന് അല്ലെങ്കിൽ പെട്രോളിന് വില കൂടിയാൽ പിന്നെ ആ വില കൂടിയ സമയം കഴിയുമ്പോൾ കുറയുമ്പോൾ അവർ കുറക്കും. നമ്മുടെ ഇന്ത്യയിൽ ഒരു കാര്യത്തിന് വില കൂട്ടിയാൽ പിന്നെ കുറക്കില്ല. ഇനി ഗ്യാസ് സുലഭമായി കിട്ടിയാലോ വില കുറയ്ക്കുകയുമില്ല. അപ്പോൾ ഗ്യാസിന് വില കൂടാൻ കാരണം കപ്പലുകൾക്ക് ഇറാൻ വഴി ഇന്ത്യയിലേക്കൊന്നും വരാൻ പറ്റുന്നില്ല. അത് ലോകത്തിൽ വലിയ സാമ്പത്തികമായ വിലക്കയറ്റം കൊണ്ടുവന്നു. മറ്റുള്ള രാജ്യങ്ങൾ ഇനി യുദ്ധം അവസാനിച്ച് കഴിയുമ്പോൾ വില കുറക്കും. ഇന്ത്യക്കാർ കുറക്കത്തില്ല, മലയാളികൾ കുറക്കത്തില്ല. ജോലി ചെയ്യുന്നവർക്ക് കൂലി കൂട്ടോ? ഇല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ജോലി ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു, എല്ലാത്തിനും വില കൂടിയല്ലേ? അതെ. എന്നിട്ട് നിങ്ങൾക്ക് കൂലി കൂട്ടിയോ? അത് മാത്രമില്ല സാറേ. എന്തൊരു സംവിധാനമല്ലേ! അപ്പോൾ കപ്പൽ ആണ് പലതിൻ്റെ വില കൂടുന്നതും കുറക്കുന്നതും ഒക്കെ. എന്തുകൊണ്ടാണ് കപ്പൽ ഇത്രയും വലിയ രാജ്യങ്ങളെ സ്വാധീനിക്കുന്നത്? വെള്ളം കയറ്റില്ല എന്ന ഒരു ഉറച്ച തീരുമാനം കപ്പലിൻ്റെ സംവിധാനത്തിലുണ്ട്. ഇതുപോലെ നാം ഈ ലോകത്തിൽ ഏറ്റവും വിലയേറിയവരും ലോക വിപണിയെപ്പോലെ, ലോകത്തിൻ്റെ സമ്പദ്ഘടനയെപ്പോലും മാറ്റിമറിക്കാൻ ശേഷിയുള്ള ദൈവസഭയാണ്. ദൈവസഭ ഒരു തീരുമാനമെടുക്കണം. ഒരു ദൈവ പൈതൽ തീരുമാനിക്കണം, ആവശ്യമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ചിന്ത വഴിയോ വാക്കുവഴിയോ കയറ്റുകയില്ല. അതാണ് പുതിയ നിയമസഭ. പഴയ നിയമം നമുക്ക് ഉപയോഗിക്കാം. ന്യായപ്രമാണം വിശുദ്ധം. നമ്മൾ വായിച്ചത് അതാണ് 12-ാം വാക്യം. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം. ചിലർ ന്യായപ്രമാണം തെറ്റാണെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇല്ല, യേശു ഉപയോഗിച്ചത് ന്യായപ്രമാണമാണ്. അപ്പോസ്തലന്മാർ ഉപയോഗിച്ചത് ന്യായപ്രമാണമാണ്. എബ്രായ ലേഖനം എന്താ പറയുന്നത്? പഴയ നിയമത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ്. പഴയ നിയമത്തിൽ നിന്നെടുത്ത പൊരുള് തിരിച്ചു പറഞ്ഞതാണ് എന്ത്? പുതിയ നിയമത്തിലെ എബ്രായ ലേഖനം. അതൊരു രാജകീയ ലേഖനമാണ്. ലേഖനങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലേഖനമാണ്. ആ രാജകീയ ലേഖനം എന്നൊക്കെ ചിലർ എബ്രായ ലേഖനത്തെ വിളിക്കും. മോശയേക്കാൾ വലിയവൻ, പൗരോഹിത്യത്തെക്കാൾ വലിയവൻ, ദൂതന്മാരെക്കാൾ വലിയവൻ, ഇവനെത്ര മഹാൻ. യേശുവിനെ ഏറ്റവും ഉയരങ്ങളിൽ എത്തിക്കുന്ന ഒരു ലേഖനം. അത് പഴയ നിയമത്തെ എടുത്ത് കോട്ട് ചെയ്യുമ്പോഴാണ് പുതിയ നിയമത്തിൽ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. മറ്റൊരു ഗോത്രത്തിൽ നിന്നൊരു പുരോഹിതൻ വരുന്നില്ലല്ലോ. ഇതാ യഹൂദയിൽ നിന്ന് ഒരു പൗരോഹിത്യമില്ലല്ലോ. ഇതാ മൽക്കിസദേക്കിൻ്റെ ക്രമം. എന്താണ്? ആദിയുമില്ല അന്തവുമില്ല. പഴയ നിയമത്തെ കോട്ട് ചെയ്തിട്ട് പുതിയ നിയമം പറയുമ്പോൾ അതിൻ്റെ ശക്തി പല മടങ്ങാണ്. നിഴല് പറഞ്ഞ് പൊരുള് പറയുന്ന പ്രസംഗങ്ങളും പഠനങ്ങളും അതൊത്തിരി നല്ലതാണ്. പഴയ നിയമം വിശുദ്ധമാണ്, അതിനേക്കാൾ വിശുദ്ധമാണ് പുതിയ നിയമം. അത് തന്നെയാണ് യേശു പഠിപ്പിച്ചത്. മോഹിക്കരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാനോ പറയുന്നു, സ്ത്രീയെ നോക്കുവാൻ മോഹിക്കുന്നവൻ വ്യഭിചാരം ചെയ്തു. പഴയ നിയമം വ്യഭിചാരം പ്രവർത്തിച്ചാൽ വ്യഭിചാരമാകും. എന്നാൽ പുതിയ നിയമം വ്യഭിചാരം ചിന്തിച്ചാൽ വ്യഭിചാരമാകും. എത്ര ഭയങ്കരമാണ്! അപ്പോൾ പഴയ നിയമം പറഞ്ഞിട്ട് പുതിയ നിയമം പറയണം. പഴയ നിയമത്തേക്കാൾ ശ്രേഷ്ഠമാണ് പുതിയ നിയമമെന്ന് പറയുമ്പോഴാണ് അതിന് മൂല്യം കൂടുന്നത്. പുതിയ നിയമത്തിൽ നിന്ന് മാത്രം പറയരുത്, പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരണികൾ എടുത്ത് അതിനേക്കാൾ ശ്രേഷ്ഠമാണ് പുതിയ നിയമം. എബ്രായ ലേഖന ശൈലിയിൽ പറയാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ, ചിന്തിക്കാൻ കഴിഞ്ഞാൽ നാം ഒരു വിജയമായി മാറും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ന്യായപ്രമാണം വിശുദ്ധമാണ്, എന്നാൽ അതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ഒരു
അഴുക്ക് കയറാത്ത, ലോകം കയറാത്ത, അഴുക്ക് ചിന്തകൾ കയറാത്ത ഒരു ഹൃദയം ആയിരിക്കണം നമ്മുടെ ജീവിതമാകുന്ന കപ്പൽ. എങ്കിൽ മൂല്യമേറിയ കാര്യങ്ങൾ ആയിട്ട് നമുക്ക് അക്കരെ പോകാൻ കഴിയും. കർത്താവ് ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മിൽ നിറയട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ കേട്ട, ഞങ്ങൾ സംസാരിച്ച, ഞങ്ങൾ ചിന്തിച്ച ഈ വാക്കുകൾ, ചിന്തകൾ കേട്ടവർക്കെല്ലാം ഉപകാരമാകട്ടെ. വളരെ മൂല്യമുള്ള ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ ഉറവിടമായി അങ്ങ് ഞങ്ങൾക്കൊരു മാതൃകയായെങ്കിൽ അതേപോലെ ആ പാത പിന്തുടരുവാൻ, അനേകരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയ ഈ കാലത്ത് ഞങ്ങളുടെ വിശ്വാസ കപ്പൽ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ, ലോകത്തിൻ്റെ യാതൊരു പാപത്തിൻ്റെ വെള്ളവും ചിന്തകളും കയറാതെ, ആവശ്യമില്ലാത്ത വാക്കോ ചിന്തകളോ പ്രവർത്തികളോ ഞങ്ങളിൽ വരാതെ, ഞങ്ങളുടെ ജീവിതമെന്നും വിശുദ്ധവും നിഷ്കളങ്കവുമായി തീരുവാൻ ഞങ്ങളെ സമർപ്പിക്കും. ഇത് കേൾക്കുന്നവർ മൂല്യമുള്ളവരായി മാറട്ടെ, വിലയേറിയവരായി മാറട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്ന റോമാലേഖനത്തിലെ ചിന്തകൾ വളരെ ലളിതമാണ്. ആഴമേറിയ വ്യാഖ്യാനങ്ങളോ തിയോളജികളോ ഇതിനകത്തില്ല. ഒന്നോ രണ്ടോ വാക്കി കൊടുക്കും, അതിൽ നിന്ന് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കും. അതുകൊണ്ട് ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന ഈ പ്രാർത്ഥന ദൈവവചന ധ്യാനങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമോ? പുതിയതായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നും ഈ പ്രോഗ്രാം കാണുകയും നോട്ട് എഴുതിയെടുക്കുകയും ജീവിതത്തിൽ വിജയം കൈവരിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് വലിയ ശുശ്രൂഷകരാകാൻ, വലിയ പ്രാർത്ഥന വീരരാകാൻ, വിശ്വാസ വീരരാകാൻ ഈ ധ്യാനങ്ങൾ കാരണമാകും. നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധിപ്പെടും. നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം. ഈ ആഴ്ച കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റും. ഗോഡ് ബ്ലെസ് യു. എല്ലാ പ്രശംസയും എല്ലാ പുകഴ്ചയും യേശുവിന്, എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. ക്രൂശിൽ മരിച്ചവൻ ആരാധ്യനായ ദൈവപുത്രൻ, വീണ്ടും വരും അവൻ രാജാതിരാജനായി വാഴുമവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗാമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നിൽ കനിഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ മോദമോടെ മോദമോടെ. ഓ ഓ ഓ ഹല്ലേലൂയ.
സ്വർഗീയ ദൂതരും ഈ